ഒരു രാജ്യം അവിടെയുള്ള പ്രധാന നേതാക്കളെല്ലാം വധിക്കുന്നു. തലസ്ഥാന നഗരിയിൽ ബോംബിടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ തകർക്കുന്നു. എന്നിട്ടും അവിടെ യുദ്ധം അവസാനിക്കുന്നില്ല. വൈദ്യുതി നിലയ്ക്കുന്നില്ല. ആ രാജ്യത്തിന്റെ സൈന്യം ഓരോ മുക്കിലും മൂലയിലും നിന്ന് തിരിച്ചടിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ന് ഇറാൻ എന്ന് പറയുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ നെഗവ് മരുഭൂമിയിലുള്ള ഡിമോണ എന്ന നഗരത്തിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ആക്രമണത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആണവ മേഖലകൾ പോലും തൊടാൻ പറ്റാത്തതല്ല എന്ന വിശ്വാസത്തെ ഇത് പിടിച്ചുലച്ച് കഴിഞ്ഞു. കുറഞ്ഞത് ഒരു മിസൈലെങ്കിലും ആണവ നിലയത്തിന് തൊട്ടടുത്ത് പതിച്ചത് ആഗോള തലത്തിൽ തന്നെ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചില മിസൈലുകൾ അവിടെ എത്തിയെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആണവ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും റേഡിയേഷൻ ചോർച്ചയില്ലെന്നും അന്താരാഷ്ട്ര നിരീക്ഷകരെ പറയുന്നുണ്ടെങ്കിലും പ്രതീകാത്മകമായി നോക്കിയാലേ ഈ ഒരു നിമിഷം ഈ യുദ്ധത്തിന്റെ സ്വഭാവത്തെ തന്നെ ആഴത്തിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതിനെ കൂടുതൽ നാടകീയമാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ നിന്ന് ഒരു അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. ഇറാൻ പിന്മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും വലിയ പ്ലാന്റുകളിൽ നിന്ന് തന്നെ തുടങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലളിതമായിട്ട് പറഞ്ഞാൽ ഇറാന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ആ രാജ്യത്തെ ഇരുട്ടിലാക്കുമെന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്. ടെഹ്റാനിൽ നിന്നുള്ള മറുപടിയും അത്ര തന്നെ കടുപ്പമേറിയതാണ്. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെ ഒരു ചെറിയ ആക്രമണം പോലും ഉണ്ടായാൽ മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ ഇസ്രായേൽ ഊർജ്ജ പ്ലാന്റുകളും ശുദ്ധജല പ്ലാന്റുകളും തകർക്കുമെന്നാണ് ഇറാന്റെ കമാൻഡർമാർ പറയുന്നത്. അപ്പോൾ ഇത് വെറും ഒരു നഗരത്തെയോ ഒരു കെട്ടിടത്തെയോ കുറിച്ചുള്ള തർക്കമല്ല. ആധുനിക ജീവിതത്തിന് വേണ്ട അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള പവർ, വെള്ളം തുടങ്ങിയവയെ പരസ്പരം തകർക്കുമെന്നാണ് ഇരുപക്ഷവും പറയുന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. സാധാരണക്കാർക്ക് അറിയാത്ത ഒരു കാര്യം, കഴിഞ്ഞ 20 വർഷമായിട്ട് ഇറാൻ നിശബ്ദമായിട്ട് തയ്യാറെടുക്കുന്നത് കൃത്യമായി ഇങ്ങനെ ഒരു ഭീഷണി നേരിടാനാണ് എന്നതാണ്. അമേരിക്കയും ഇസ്രായേലും വർഷങ്ങളായിട്ട് സർജിക്കൽ സ്ട്രൈക്കുകളെ കുറിച്ചും ശത്രുവിന്റെ തലപ്പത്തുള്ളവരെ വധിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുമ്പോഴൊക്കെ ഇറാൻ തങ്ങളുടെ ഘടന തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരം തന്ത്രങ്ങൾ തങ്ങൾക്കെതിരെ ഫലിക്കാത്ത രീതിയിൽ അവർ രാജ്യം പുനർനിർമ്മിച്ചു. ഇതിന് പിന്നിൽ പ്രധാനമായിട്ടും 2 ആശയങ്ങളാണുള്ളത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഇറാന്റെ എനർജി ഗ്രിഡ് അവർ വ്യാപിപ്പിച്ചിരിക്കുന്ന രീതിയാണ്. 2 മൊസൈക് ഡിഫൻസ് ഡോക്ട്രിൻ എന്ന് അവർ വിളിക്കുന്ന അവരുടെ സൈനിക തന്ത്രമാണ്. നമുക്ക് ആദ്യം ഈ വൈദ്യുതിയുടെ കാര്യം തന്നെ എടുക്കാം. പുറമേ നിന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണെന്ന് തോന്നും. ഞങ്ങൾ അവരുടെ പവർ പ്ലാന്റുകൾ തകർക്കും എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ ഭീഷണിയായിട്ട് നമുക്ക് തോന്നും. 2-3 വലിയ സ്ഫോടനങ്ങൾ നടന്നാലേ ഒരു രാജ്യം മുഴുവൻ ഇരുട്ടിലാകുമെന്ന് നമ്മൾ കരുതും. പണ്ട് ഒരുപക്ഷെ അത് സാധ്യമായിരുന്നിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് വലിയ പവർ സ്റ്റേഷനുകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളിൽ അത് നടന്നേക്കാം. പക്ഷേ ഇറാന്റെ കാര്യത്തിലെ ആ ചിന്ത തെറ്റാണ്. ഇന്ന് ഈ മേഖലയിൽ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പവർ സിസ്റ്റം ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. അവിടുത്തെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് പോലും രാജ്യത്തെ മൊത്തം വൈദ്യുതിയുടെ 3% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇറാന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ 500-ലധികം വരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതായത് അവിടുത്തെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് ബോംബിട്ട് തകർത്താൽ പോലും ഇറാന്റെ മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 3% ഇല്ലാതാകുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം ഒന്നും നിശ്ചലമാകാൻ പോകുന്നുമില്ല. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ഇറാന്റെ വൈദ്യുതി ബന്ധം തകർക്കണമെങ്കിൽ കുറച്ച് കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ മാത്രം പോരാ. മലനിരകളിലും മരുഭൂമികളിലും നഗരങ്ങളിലും വ്യാവസായിക മേഖലകളിലുമായിട്ട് പരന്നു കിടക്കുന്ന 100 കണക്കിന് ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കണം. അതും ഈ സ്ഥലങ്ങളെല്ലാം വലിയ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ. നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇറാൻ തിരിച്ചും നിങ്ങളുടെ പവർ സിസ്റ്റങ്ങൾക്ക് നേരെ മിസൈലുകൾ അയക്കുന്നുണ്ടാകും എന്നതും മറക്കരുത്. ഇറാൻ ഒറ്റക്കല്ല, അവർക്ക് മിസൈലുകളും ഡ്രോണുകളും ഒപ്പം ശക്തരായിട്ടുള്ള പ്രാദേശിക സഖ്യ കക്ഷികളുമുണ്ട്. അതുകൊണ്ട് ഇറാന്റെ ഓരോ പവർ സ്റ്റേഷനും തെരഞ്ഞുപിടിച്ച് തകർക്കാൻ നിങ്ങളെടുക്കുന്ന ഓരോ ദിവസവും നിങ്ങളുടെ സ്വന്തം എണ്ണ ശുദ്ധീകരണശാലകളും തുറമുഖങ്ങളും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു സൈനിക പ്ലാനർക്കും അറിയാം ഇത് TV-യിൽ ഭീഷണി മുഴക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. ഇത് വളരെ പണച്ചെലവുള്ളതും സങ്കീർണവുമായിട്ടുള്ള ഒരു കളിയാണ്.
മറ്റു ചില യുദ്ധങ്ങളുമായിട്ട് ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കും. ഉക്രൈൻ പോലൊരു രാജ്യത്ത് ഇറാന്റെ അത്ര ഡീസെൻട്രലൈസ്ഡ് അല്ലാത്ത പവർ ഗ്രിഡ്, എന്നിട്ട് പോലും അവിടെ വലിയ ആഘാതം ഉണ്ടാക്കാൻ റഷ്യക്ക് മാസങ്ങളും നൂറുകണക്കിന് മിസൈലുകളും വേണ്ടി വന്നു എന്നുള്ളതാണ്. അത് തൊട്ടടുത്ത രാജ്യം ആയതുകൊണ്ട് അവർക്ക് എളുപ്പമായിരുന്നു. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അത്രയധികം സ്ഥലങ്ങളിലായിട്ട് പ്ലാന്റുകൾ ചിതറിക്കെടുക്കുമ്പോൾ ഒരു നീക്കത്തിലൂടെ ആ രാജ്യത്തെ ഇരുട്ടിലാക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. സിസ്റ്റത്തിന് കേടുപാടുകൾ വരുത്താം, പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് ഇറാന്റെ സർവൈവൽ സ്ട്രാറ്റജിയുടെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതായത് ഒറ്റയടിക്ക് രാജ്യത്തെ തകർക്കാൻ ആർക്കും പറ്റരുത്. പക്ഷേ വൈദ്യുതി എന്നത് കഥയുടെ പകുതി ഭാഗം മാത്രമാണ്. വാഷിംഗ്ടണിലെയും ടെല്ലബീവിലെയും തന്ത്രജ്ഞരെ ശരിക്കും പേടിപ്പിക്കുന്നത് ഇറാന്റെ മൊസൈക് ഡിഫൻസ് ഡോക്ട്രിനാണ്. ഇത് മനസ്സിലാക്കാനേ നമ്മൾ 9/11 കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു, സദ്ദാം ഹുസൈനെ പുറത്താക്കി, പിന്നീട് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതും നമ്മൾ കണ്ടു. ഇറാഖിലെ പഴയ ഭരണ സംവിധാനം എല്ലാം ഒരാളിൽ കേന്ദ്രീകരിച്ചതായിരുന്നു. ഒരിക്കൽ ആ തലവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, പ്രധാന കമാൻഡ് സെന്റർ തകർത്താൽ പിന്നെ ആ രാജ്യം മുഴുവൻ തകരും. ടെഹ്റാനിലെ ഭരണാധികാരികൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കാണുകയായിരുന്നു. അവർക്കതൊരു വാർത്ത മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു മുന്നറിയിപ്പായിരുന്നു. എല്ലാം ഒരാളിലോ ഒരു കെട്ടിടത്തിലോ കേന്ദ്രീകരിച്ചാൽ നാളെ നമുക്കും ഇത് സംഭവിക്കാം എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇറാന്റെ സ്ട്രാറ്റജി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വിപ്ലവകരമായിട്ടുള്ള ഒരു ചോദ്യം സ്വയം ചോദിച്ചു. ഭരണത്തലവനെയോ പ്രധാന ജനറലിനെയോ വധിച്ചാലോ, പ്രധാന ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്താലോ, യുദ്ധം അവസാനിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയാലോ, പകരം അത് യുദ്ധത്തിന്റെ പുതിയൊരു ഘട്ടത്തിന്റെ തുടക്കമാണെങ്കിലോ? ഈ ചിന്തയിൽ നിന്നാണ് മൊസൈക് ഡിഫൻസ് എന്ന ആശയം രൂപപ്പെടുന്നത്. ഇതൊരു ചിത്രം പോലെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇറാനെ ടെഹ്റാനിൽ നിന്ന് മാത്രം നിയന്ത്രിക്കുന്ന ഒരൊറ്റ കട്ടക്കല്ലായിട്ട് കാണുന്നതിന് പകരം ഒരുപാട് ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച ഒരു മൊസൈക് ചിത്രമായിട്ട് കരുതുക. ഇതിലെ ഓരോ കഷ്ണവും ഓരോ പ്രവിശ്യയോ മേഖലയോ ആണ്. ഓരോ കഷ്ണത്തിനും സ്വന്തമായിട്ട് സൈന്യമുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, മിസൈൽ യൂണിറ്റുകളുണ്ട്, പ്രാദേശിക സായുധ സംഘങ്ങളുണ്ട്. ഒരു കഷ്ണം തകർന്നാലും മറ്റുള്ളവ അവിടെ തന്നെ ഉണ്ടാകും. നടുവിലെ കഷ്ണം തകർത്താലും മൊസൈക്കിന്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, പോരാടിക്കൊണ്ടിരിക്കും. ഇത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ IRGCയെ 30-ലധികം പ്രാദേശിക കമാൻഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മേഖലയും ഏകദേശം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. ടെഹ്റാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ പോലും സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും മിസൈലുകൾ പ്രയോഗിക്കാനും അവിടുത്തെ പ്രാദേശിക കമാൻഡർമാർക്ക് അധികാരമുണ്ട്. ഓരോ യൂണിറ്റിനും സ്വന്തമായിട്ട് ഒരു ചെറിയ സൈന്യം തന്നെയുണ്ട്. അതുകൊണ്ട് ഒരു മിസൈൽ വന്ന് പ്രധാന കമാൻഡ് സെന്റർ തകർത്താലോ, ഒരു ഡ്രോൺ ആക്രമണത്തിൽ പ്രധാന ജനറൽ കൊല്ലപ്പെട്ടാലോ തിരിച്ചടിക്കാൻ തലസ്ഥാനത്ത് നിന്നുള്ള ഫോൺ കോളിനെ അവർ കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. പ്രാദേശിക കമാൻഡർമാർക്ക് നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ നൽകിയിട്ടുണ്ട്. അവർ ആ യുദ്ധം അവിടെ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതിനെയാണ് വിദഗ്ധരെ ഡെക്കാപ്പിറ്റേഷൻ സ്ട്രൈക്കുകളിൽ നിന്ന് അതിജീവിക്കാനുള്ള തന്ത്രം എന്ന് വിളിക്കുന്നത്. പഴയ യുദ്ധങ്ങളിൽ തല വെട്ടിയാൽ ഉടൽ വീഴുമായിരുന്നു. എന്നാൽ ഇറാന്റെ മോഡലിൽ തല വെട്ടിയാൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ സ്വന്തം നിലക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു വിദഗ്ധൻ ഇതിനെ വളരെ ലളിതമായിട്ട് ഇങ്ങനെയാണ് വിവരിച്ചത്: ഒരു കേന്ദ്രത്തെ തകർത്താൽ യുദ്ധം അവസാനിക്കില്ല, മറിച്ച് അത് പടരുകയാണ് ചെയ്യുന്നത്. ഒരു തലച്ചോറിന് പകരം പെട്ടെന്ന് നിങ്ങൾക്ക് 31 ചെറിയ തലച്ചോറുകളെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവരെല്ലാവരും ഒരേ സമയം പലയിടങ്ങളിൽ നിന്നും നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. ഇറാന്റെ വലിയ പ്രതിരോധ തന്ത്രങ്ങളുമായിട്ട് ഇത് എങ്ങനെ ഒത്തുപോകുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. മൊസൈക് ഡിഫൻസ് അതിൻ്റെ ഒരു തൂൺ മാത്രമാണ്. അസമമായിട്ടുള്ള യുദ്ധമുറകൾ, അസിമെട്രിക് വാർഫെയർ, പ്രാദേശിക സഖ്യകക്ഷികളുടെ ഉപയോഗം, മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ശേഖരം എന്നിവയാണ് മറ്റു തൂണുകൾ എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടിയല്ല ഇറാൻ ശ്രമിക്കുന്നത്, മറിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാം എന്നതിനാണ്. അമേരിക്കയോടോ ഇസ്രായേലിനോടോ നേർക്കുനേരെ നിന്ന് ജയിക്കാം എന്ന് ഇറാൻ കരുതുന്നില്ല. അവർ ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ്: യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, അത് മേഖല മുഴുവൻ വ്യാപിപ്പിക്കുക, ശത്രുവിനെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും തളർത്തുക. ഞങ്ങൾ നിങ്ങളെ ഒരാഴ്ച കൊണ്ട് തോൽപ്പിക്കും എന്നതല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ തന്നെ കാണും, പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ രാഷ്ട്രീയവും സമ്പദ് വ്യവസ്ഥയും തകർന്നിട്ടുണ്ടാകും എന്നതാണ് അവരുടെ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ലോജിക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കും. ഇറാനെ കുറച്ച് മിസൈലുകൾ അയച്ച് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇതൊരു തുടക്കം
മാത്രമാണെന്ന് അവരുടെ വാക്താക്കൾ പറയുന്നുണ്ട്. ഡിമോണക്ക് അടുത്തുണ്ടായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ ആകാശം ഇനി സുരക്ഷിതമല്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് അവർ പറയുന്നുണ്ട്. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്ലാനുകൾ അവരുടെ പക്കലുണ്ട്. അതേസമയം തന്നെ റഡാറുകളിൽ പെടാത്ത ആധുനിക ഡ്രോണുകളുടെ ഉൽപ്പാദനം ഇറാന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകളും മിസൈലുകളും സഖ്യകക്ഷികളും ചേർന്ന് വലിയൊരു മേഖലയിൽ ദീർഘകാലം സമ്മർദ്ദം നിലനിർത്താൻ ഇറാന് സാധിക്കും എന്നുള്ളതാണ്. പ്രതിരോധം പരിശോധിക്കുക, എവിടെയാണ് പാളിച്ചകൾ എന്ന് നോക്കുക, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. തങ്ങളുടെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇറാൻ എന്തിനാണ് ഇത്ര ശാന്തമായിരിക്കുന്നത് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. പല പഴയ ഭരണകൂടങ്ങളിലും തലവനെ കൊന്നാൽ എല്ലാം തീരും. പക്ഷേ ഇറാൻ പല അടലുകളുള്ള നേത്രനിരയാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇതിനെ ഫോർത്ത് സക്സസർ മോഡൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് പ്രധാനപ്പെട്ട പല നേതാക്കൾ കൊല്ലപ്പെട്ടാലും പകരം ചുമതലയേൽക്കാൻ ആളുകളും സംവിധാനങ്ങളും നേരത്തെ തന്നെ സജ്ജമായിരിക്കും. ഒന്നല്ല, ഒരുപാട് ബാക്കപ്പ് പ്ലാനുകൾ അവർക്കുണ്ട്. ഇനി ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പവർ ഗ്രിഡും ചിതറിക്കിടക്കുന്ന ഒരു സൈനിക നേതൃത്വവും. ഇതിൽ നിന്ന് എന്ത് കിട്ടും? എന്ത് പ്രഹരം ഏറ്റാലും പെട്ടെന്ന് തകർന്നു പോകാത്ത ഒരു രാജ്യത്തെയാണ് കിട്ടുക. തലസ്ഥാനം ബോംബിട്ടാൽ പ്രവിശ്യകൾ യുദ്ധം തുടരും എന്നുള്ളതാണ്. വലിയ പവർ പ്ലാന്റ് തകർത്താൽ ബാക്കി 97% വൈദ്യുതിയും മറ്റു പ്ലാന്റുകളിൽ നിന്ന് ഇവർക്ക് കിട്ടും. ഒരു ജനറലിനെ കൊന്നുകഴിഞ്ഞാൽ പ്രാദേശിക കമാൻഡർമാർ മിസൈലുകൾ വിടും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വലിയ കുഴപ്പമായിട്ട് തോന്നും. പക്ഷേ ഉള്ളിൽ നിന്ന് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒന്നുകൂടിയാണ്. ശത്രുവിനെ ഒരിക്കലും അറിയില്ല അടുത്തത് എവിടെ നിന്നാണ് തങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇറാൻ തോൽപ്പിക്കാനാവാത്ത രാജ്യമാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം. ഒരു രാജ്യവും അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇറാനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാം, നഗരങ്ങൾ തകരാം, ആളുകൾ മരിക്കാം. പക്ഷേ മൊസൈക്ക് ഡിഫൻസിന്റെ ലക്ഷ്യം ഇറാനെ വെടിയുണ്ട ഏൽക്കാത്ത രാജ്യമാക്കുക എന്നതല്ല, മറിച്ച് ഈ യുദ്ധം ജയിച്ചു എന്ന് ശത്രുവിന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ്. ജയിക്കാൻ തകർക്കേണ്ട ഒരൊറ്റ കേന്ദ്രം ഇല്ലാതാക്കുക എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ യുദ്ധത്തിന്റെ മനോഭാവം തന്നെ മാറുന്നുണ്ട്. ശത്രുവിനെ ചിന്തിക്കേണ്ടി വരും താൻ എങ്ങനെ തലസ്ഥാനം പിടിക്കും എന്നല്ല, മറിച്ച് ഈ 30-50 വ്യത്യസ്ത കേന്ദ്രങ്ങളെ ഒരേ സമയം എങ്ങനെ നേരിടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇറാന്റെ പവർ പ്ലാന്റുകളെല്ലാം തകർക്കും എന്നൊക്കെയുള്ള ഭീഷണികൾ TV-യിൽ കേൾക്കാൻ നല്ലതാണെങ്കിലും ഒരു സൈനിക മാപ്പിൽ നോക്കുമ്പോൾ അതത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഇറാന്റെ ഒരു പവർ പ്ലാന്റിന് നേരെ അയക്കുന്ന ഓരോ മിസൈലും നിങ്ങളുടെ സ്വന്തം പവർ ഗ്രിഡും തുറമുഖങ്ങളും സംരക്ഷിക്കാൻ ഉപയോഗിക്കേണ്ട മിസൈലുകൾ കൂടിയാണ്. ഇറാൻ വെറുതെ ഇരിക്കില്ല. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഊർജ്ജ ജലസ്രോതസ്സുകളെ അവർ തിരിച്ച് ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടെ യുദ്ധം ഒരിടത്ത് ഒതുങ്ങില്ല. അത് ലോക സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന എണ്ണക്കൊയലുകളുടെയും കടൽ പാതകളുടെയും പടരും എന്നുള്ളതാണ്. കഴിഞ്ഞ 20 വർഷത്തെ ഈ രീതിയിൽ നോക്കിയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും വ്യക്തമാവും. സദ്ദാമിന്റെ പതനം ടെഹ്റാനുള്ള ഒരു വലിയ പാഠം തന്നെയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ അധിനിവേശവും അമേരിക്ക അടുത്തതാര് എന്നതിനെക്കുറിച്ച് സംസാരിച്ചതുമെല്ലാം ഇറാന്റെ സുരക്ഷാ ചിന്തകളെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഒരു സൂപ്പർ വെപ്പൺ നിർമ്മിക്കുന്നതിന് പകരം അവർ തങ്ങളുടെ ശക്തി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിച്ചു. 2005 ശേഷമാണ് IRGC ഈ മൊസൈക്ക് മോഡിലേക്ക് ഒഫീഷ്യലായിട്ട് മാറിയത്. ഇറാൻ തങ്ങളുടെ കമാൻഡ് സിസ്റ്റത്തെ പല കഷ്ണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്ന് അന്നത്തെ പല റിപ്പോർട്ടുകളും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഡിമോണക്ക് ചുറ്റും ഇപ്പോൾ മിസൈലുകൾ വീഴുമ്പോഴോ പവർ പ്ലാന്റുകളെ കുറിച്ച് ട്രംപ് ഭീഷണി മുഴക്കുമ്പോഴോ ഇറാൻ നേതാക്കൾ വളരെ കൂളായിട്ട് മറുപടി നൽകുമ്പോഴോ നമ്മൾ കാണുന്നത് പെട്ടെന്നുണ്ടായിട്ടുള്ള വികാര പ്രകടനങ്ങളല്ല, മറിച്ച് 20 വർഷമായിട്ട് അവർ തയ്യാറെടുക്കുന്ന ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണിത്. എന്തെങ്കിലും ഒരിക്കൽ അമേരിക്കയും ഇസ്രായേലും തങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ വരുമെന്ന് അവർ പണ്ടേ കണക്ക് കൂട്ടിയിരുന്നു. ആ ദിവസം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമല്ല, വർഷങ്ങളോളം പോരാടാൻ തങ്ങൾ തയ്യാറായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചിരുന്നു. ചുരുക്കത്തിൽ മൊസൈക്ക് ഡിഫൻസ് എന്നത് ഒരു മിസൈലിനെയോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തെയോ കുറിച്ചുള്ളതല്ല, അത് സമയത്തെക്കുറിച്ചുള്ളതാണ്. സമയം തങ്ങളുടെ കൂടെയാണെന്നും ശത്രുവിനെ മടുപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ സെന്ററുകൾക്ക് സമീപം മിസൈലുകൾ വീഴുമ്പോൾ ചോദ്യം ആരുടെ പക്കലാണ് വലിയ ആയുധങ്ങൾ ഉള്ളത് എന്നതല്ല, മറിച്ച് ഏറ്റവും വലിയ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ തങ്ങളുടെ സിസ്റ്റത്തെ സജ്ജമാക്കിയത് ആരാണ് എന്നും തളരാതെ പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിയും എന്നതുമാണ്.